ഇവിടെ ബി.ജെ.പി. വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് എത്തുന്ന ഒരു റോൾ ഉണ്ട്. ശ്രീ എം.എസ്. കുമാർ, താങ്കൾ പറഞ്ഞു പോകാനാകില്ല. അതായത് 36,000 ചില്ലുവാനം വോട്ടിൽ നിന്നാണ് 60,000 വോട്ടിലേക്ക് കടന്നത് ബി.ജെ.പി. കഴിഞ്ഞ പ്രാവശ്യം. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം എത്തുമ്പോൾ 29,000 ആയിട്ടുള്ളൂ. 50% വോട്ടെണ്ണുമ്പോൾ 29,000 ആയിട്ടുള്ളൂ എങ്കിൽ 100% വോട്ടെണ്ണുമ്പോൾ ആ കാൽക്കുലേഷൻ ഒരു പക്ഷേ അത് ശരിയല്ല എങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ 60,000 താഴെയിലേക്കല്ലേ പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പിയുടെ വോട്ട് ചോർന്നിട്ടില്ലേ? ഈ ഘട്ടത്തിലെ പരിമിതിയിൽ നമുക്കത് ചർച്ച ചെയ്യേണ്ടേ എം.എസ്. കുമാർ? ഒരിക്കലും ചോർന്നിട്ടില്ല. നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ 50% വോട്ട് എണ്ണി തീർന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ കണക്കിലെ പെശകാണ്. 50% ആയിട്ടില്ല. അല്ല, ഇത് കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് സാറേ 50 ആയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൽ ബി.ജെ.പി. കുറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കുറയില്ല. അതിന് മേലേക്ക് എത്ര പോകുന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വന്നിട്ടില്ല എന്നുള്ള സത്യം ഞാൻ അംഗീകരിക്കും. സംശയം എന്താ? അപ്പോൾ ആ ഉയരുന്ന വോട്ടിന്റെ ചോർച്ച എവിടെ? അല്ല, ഉയരുന്ന വോട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണല്ലോ. അത് ചോർന്ന പ്രതിയായി ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ടാണ്. 90,000 പ്രതീക്ഷിച്ചിരുന്നു. 90,000 വോട്ട് വരെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ വോട്ട് വന്നിട്ടില്ല എന്നുള്ള സത്യം ഞാൻ അംഗീകരിച്ചു. പ്രതീക്ഷ ഹൈന്ദവ വോട്ടുകളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഒരിക്കലും വോട്ടിനെ ഹൈന്ദവ, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ ഒന്നും, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഞങ്ങൾ വോട്ടർമാരെ ഒന്നായിട്ടേ കണ്ടിട്ടുള്ളൂ. അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ള ഒരു മണ്ഡലത്തിൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി വോട്ടിൽ ആ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലേ? ധാരാളം വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും PM സുരേഷ് ബാബുവിലേക്ക്. ശ്രീ സുരേഷ് ബാബു പോയി. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബുവിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് മംഗലാപുരത്തെ പ്രസംഗം, രണ്ടാമത്തെ ഘട്ടം ബീഫ് അടക്കമുള്ള ഭീഷണിയുടെ രാഷ്ട്രീയം കേന്ദ്രം ഉയർത്തുമ്പോൾ അതിന് തക്കതായ തണൽ ഏകാൻ LDF മാത്രമേ കഴിയൂ എന്ന രാഷ്ട്രീയ അവബോധം മലപ്പുറം മണ്ഡലത്തെ മതിക്കും എന്നാണ് താങ്കൾ നിരീക്ഷിച്ചിരുന്നത്. അത് തെറ്റുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, അതിനകത്ത് അഖിലേന്ത്യാ നിലവാരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി 2 മണ്ഡലങ്ങളെ മുസ്ലിം ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അത് വളരെ യൂണിക്കാണ്. അത് കേരളത്തിലുമാണ്. അത് അവിടെ ഒരിടത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായി മുസ്ലിം കൺസോളിഡേഷൻ നടക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് BJPയുടെ ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ നിലവാരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നയംമാറ്റങ്ങളുണ്ടല്ലോ, ആ നയംമാറ്റങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ മുസ്ലിം കൺസോളിഡേഷൻ കൂടുതൽ ശക്തമാവുക എന്നത് സ്വാഭാവികമാണ്. അജിം ഷാ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണിക്കാൻ എങ്ങനെയാ SDPI അടക്കമുള്ള എല്ലാ വിഭാഗം ആൾക്കാരുടെയും വോട്ടുകൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോകുന്നത് സ്വാഭാവികഗതിയിലുള്ള ഒരു രാഷ്ട്രീയ പരിണാമമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അത്രത്തോളം മുസ്ലിംസ് ഇൻസെക്യൂരിറ്റി വളരുകയും അവർ കൺസോളിഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയുമ്പം അത് ഒന്നുകിൽ LDF പോകാം, അല്ലെങ്കിൽ UDF പോകാം. എന്തായാലും BJPക്ക് പോകാൻ പോകുന്നില്ലല്ലോ. അത് വരുമ്പോൾ LDFും UDFനും അത് ലഭിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ അവസാന കണക്ക് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വരുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും അത്രത്തോളം കൺസോളിഡേഷൻ സംഭവിക്കുമ്പോഴും കഴിഞ്ഞ തവണത്തെ വിജയത്തിൻ്റെ തിളക്കത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ ഒരാൾക്ക് പോലും എത്താൻ കഴിയാത്ത ഒരവസ്ഥ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിലും നമുക്ക് പറയേണ്ടി വരുന്നു. കഴിഞ്ഞ 2 ലക്ഷം എന്നിടത്തേക്ക് എത്തില്ല എന്ന് മാത്രമല്ല, കൂടുതലായി ലഭിച്ച 2 ഘടകങ്ങൾ, പുതിയ വോട്ടുകൾ, അതുപോലെ തന്നെ 3/4 ലക്ഷത്തോളം മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താത്ത ആളുകളുടെ വോട്ടുകൾ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇതിലെത്രയോ അധികം വോട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിലൊരു വിഭാഗം വോട്ട്, ഒരു ഭാഗം വോട്ട് LDFന് ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒരു പക്ഷേ ഫലിച്ചില്ല. ലീഗ് പ്രതീക്ഷിച്ചതുപോലെ അതികായനായ PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം അത് ഫലിച്ചില്ല. ഒരു പക്ഷേ അത്തരം നിരീക്ഷണങ്ങളാണ് യുക്തിഭദ്രതയ്ക്ക് ശ്രീ ഭാസുരേന്ദ്ര ബാബു ആഡ് ചെയ്തത്. നമുക്ക് നോക്കാം. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിക്ക് 2,86,375 വോട്ടാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത്. MB ഫൈസലിനാകട്ടെ, LDF സ്ഥാനാർത്ഥിക്കാകട്ടെ 1,62,186 BJPക്ക് 31,680 വോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഡമ്മി സ്ഥാനാർത്ഥികളുടെ കാര്യം കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കാവുന്നതാണ്. എങ്കിൽ പോലും നോട്ടയാണ് 4ാം സ്ഥാനത്തത്. 1,944 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ശ്രീ MS കുമാർ, ഈ ഘട്ടത്തിൽ താങ്കൾ നേരത്തെ വിലയിരുത്തിയിരുന്ന ആ വിലയിരുത്തലുകൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടതുണ്ട്. അതായത് SDPIയുടെയും
വെൽഫെയർ പാർട്ടിയുടെയും ഏതാണ്ട് 80,000-നകത്ത് വരുന്ന വോട്ടുകൾ ആർക്കനുകൂലമായിട്ടാണ് തിരിഞ്ഞതെന്ന് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് നിരീക്ഷിക്കാമോ? ബി.ജെ.പിയുടെ വോട്ട് ചോർച്ച പറയാം, വരട്ടെ. ബി.ജെ.പിയുടെ ഒരു വോട്ടും ചോർന്നിട്ടില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, LDF-ന്റെ നേതാവ് തന്നെ ഇത് ഈ സർക്കാരിനെതിരായ വിലയിരുത്തലാണെന്ന് പറഞ്ഞിട്ടും ആ നിലയ്ക്ക് പ്രചരണം നടത്താൻ UDF തയ്യാറായിട്ടില്ല, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. വളരെ മയപ്പെട്ടാണ് അവർ LDF-നെതിരെ പ്രചരിപ്പിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, താങ്കൾക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ്. SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് എങ്ങോട്ടേക്ക് ആകും തിരിഞ്ഞത്? SDPIയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ആർക്കൊക്കെ പോയി എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. കാരണം അവർ എല്ലാവരും എല്ലാ സമയത്തും രണ്ട് മുന്നണികളിലും മാറി മാറി നിന്നിട്ടുള്ളത്. എന്നാലും ഇപ്പോഴത്തെ വോട്ടിന്റെ കണക്കനുസരിച്ച് താങ്കൾ വോട്ടിന്റെ കണക്കനുസരിച്ച് LDF-ലേക്ക് പോയിട്ടുണ്ട്. എങ്ങനെ? അതുകൊണ്ടാണല്ലോ LDF-ന്റെ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ BJP സ്ഥാനാർത്ഥിയെ നിങ്ങൾ ആക്ഷേപിച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ചതും ശ്രീപ്രകാശ് തന്നെയാണ്. അദ്ദേഹം നിന്നിട്ടാണ് ഇത്രയധികം വോട്ടുകൾ 62,000-64,000 വോട്ടുകൾ BJPക്ക് നേടാൻ സാധിച്ചത്. ആ സ്ഥാനാർത്ഥി കഴിയുമ്പോൾ 32 മാത്രമേ ഉള്ളൂ. 90,000 എന്ന പ്രതീക്ഷ കൃത്യമായി നിങ്ങളുടെ ഫോക്കസിലുള്ള വോട്ടിന്റെ ശതമാനത്തിൽ 90,000 വോട്ടെന്ന് പറയുന്നിടത്ത് 50% കഴിയുമ്പോൾ 32 മാത്രമേ ആകുന്നുള്ളൂ. ഞങ്ങൾ 90% എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ കണക്കെടുപ്പുമാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനെ വെച്ച് നോക്കിയാൽ അത് കിട്ടും എന്നുള്ള യാതൊരു സംശയമില്ല. ആഗ്രഹവും പ്രതീക്ഷയും 80,000 പോലും, ശ്രീപ്രകാശിനോളം പോലും ആ മണ്ഡലത്തിൽ 1,00,000 കടന്നിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം. കുഞ്ഞാലിക്കുട്ടി UDF സ്ഥാനാർത്ഥി, കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 1,00,000 കടന്നിരിക്കുന്നു. നിലവിലെ 7 മണ്ഡലങ്ങളിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ആദ്യഘട്ടത്തിൽ കൊണ്ടോട്ടിയിലും പിന്നീട് കൊണ്ടോട്ടിയിലും മറ്റൊരു മണ്ഡലത്തിലും വള്ളികുന്ന് അതായത് കൊണ്ടോട്ടിയിലും വള്ളികുന്നിലും ആദ്യഘട്ടത്തിൽ ചെറിയ ഹൈക്ക് LDF-ന് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് അപ്രത്യക്ഷമായി. ഒരു ഘട്ടത്തിൽ പോലും MB ഫൈസലിന് ചെറിയ രീതിയിലെ മേൽക്കൈ നേടാനായില്ല. ഒരുപക്ഷെ മണ്ഡലത്തിന്റെ സ്വഭാവം അരിച്ചു കുടിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മറ്റൊരു വ്യത്യാസമല്ല. പക്ഷെ ഭൂരിപക്ഷം കുറയ്ക്കാൻ എങ്കിലും ആകുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ ഫൈറ്റ് LDF-ന് മുമ്പോട്ട് വെക്കാനായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള ചൂണ്ടുവിരൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ഫലങ്ങൾ ഇതുവരെ ഉള്ളത് സൂചിപ്പിക്കുന്നത് LDF-ന്റെ അനുകൂലികൾ പ്രതീക്ഷയേക്കാൾ കൂടുതൽ അനുകൂലമായ പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായെന്നാണ്. അതായത് കഴിഞ്ഞ തവണ നിങ്ങളിപ്പോൾ ഈ കൊണ്ടോട്ടിയുടെ കാര്യം പറഞ്ഞു. കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിൽ 6-7 പഞ്ചായത്തുകളുണ്ട്. നമുക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുമുണ്ട്, UDF-ന് സ്വാധീനമുള്ള പഞ്ചായത്തുമുണ്ട്. അതിൽ നമുക്ക് സ്വാധീനമുള്ള പഞ്ചായത്ത് എണ്ണിയപ്പോഴത്തേക്കാണ് കുറച്ച് ലീഡ് വന്നത്. പക്ഷേ അവിടെ 18 UDF-ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടുതലുള്ളത്. നമുക്കുള്ള മണ്ഡലമല്ല, 7 മണ്ഡലങ്ങളും UDF-ന്റെ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ പുറകോട്ട് പോയെന്ന് പറയാനില്ല. ഈ 11,564 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF-നുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ലെന്നാണ് ഈ കൗണ്ടിംഗ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടലായി എടുത്താൽ ഒരു 3 ലക്ഷം വോട്ടെങ്കിലും മിസ്റ്റർ ഭാസുരേന്ദ്രബാബു പറയുണ്ടായല്ലോ. 3 ലക്ഷം വോട്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയായപ്പോൾ ലഭിക്കേണ്ടതല്ലേ ഭൂരിപക്ഷം? 2 ലക്ഷം വോട്ടുണ്ടായിരുന്നു. പിന്നെ SDPI, NDF, വെൽഫെയർ പാർട്ടി, ഇതിൻ്റെ എല്ലാം കൂടി അവരൊക്കെ സ്ഥാനാർത്ഥി നിർത്താതെ സഹായിച്ചതിൻ്റെ പ്രതിഫലനം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF-നെതിരായി നട്ടാക്കുരുക്കാത്ത നുണകളൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രചാരപരിപാടി UDF-ഉം BJP-യും. ഇപ്പോൾ BJP-യിലെ കുമാർ എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിന് പ്രചാരണത്തിന് പോകാനായിട്ട്. അദ്ദേഹം പറയാണ് UDF-കാർ ഈ ഗവൺമെൻറ്റിനെതിരായി വിമർശനം നടത്തില്ലെന്നാണ്. ഇവർക്ക് പിന്നെ എന്ത് പണിയായിരുന്നു? ഇവർ നന്നായി പണി നടത്തിയല്ലോ. അവർക്ക് വേണ്ടിയുള്ള പ്രചാരപേര നടത്തുന്ന മാധ്യമങ്ങൾ നടത്തിയല്ലോ. ആ പ്രചാരപേര എല്ലാം നടത്തിയിട്ടും അതവിടുത്തെ ജനങ്ങളുടെ ഏശിയില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ സൂചിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവർ പറഞ്ഞു നടന്നു. ഞങ്ങളൊരു ചെറിയ സ്ഥാനാർത്ഥി നിർത്തി കുഞ്ഞാലിക്കുട്ടിയെ ജയിപ്പിക്കാൻ നിൽക്കുകയാണ്. ആപ്റ്റായ സ്ഥാനാർത്ഥിയാണെന്നല്ലേ ഈ കൗണ്ടിംഗ് ഫലങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ആ പ്രചാരബലയും അടിസ്ഥാനരഹിതമാണ്, സ്ഥാനത്താണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. കൗണ്ടിംഗ് പൂർത്തിയായി വരട്ടെ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി 94-ലെത്തുമോ? 194-ലെത്തിയ പോരല്ലോ, 194 എത്തൂല. ഇപ്പോഴത്തെ ഫലം വെച്ചുകൊണ്ട് ഏതാണ്ട് 1,138,000 ഭൂരിപക്ഷമാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ നേടിയിരിക്കുന്നത്. 2,71,696 വോട്ടുകളാണ്
കുഞ്ഞാലിക്കുട്ടി സ്വന്തമാക്കിയത്. MB ഫൈസലാകട്ടെ 1,72,87 വോട്ടുകളുമായി തൊട്ടടുത്ത സ്ഥാനത്തുണ്ട്. BJP സ്ഥാനാർത്ഥിക്ക് 32,809 വോട്ടുകൾ മാത്രമേ നേടാനുമായിട്ടുള്ളൂ. ഇങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ശ്രീ ശരത് ചന്ദ്ര പ്രസാദ്, ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിക്കുണ്ടായിരുന്നു. ഒരുപക്ഷേ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സാന്നിധ്യമായിരുന്നു അന്ന് കുഞ്ഞാലിക്കുട്ടി. എല്ലാ ഘട്ടത്തിലും കുറ്റിപ്പുറത്തെ ചില അടിയൊഴുക്കുകൾ ഒഴിച്ചാൽ, അല്ലെങ്കിൽ കുറ്റിപ്പുറത്തുണ്ടായ അട്ടിമറി ഒഴിച്ചാൽ, എല്ലാ ഘട്ടത്തിലും കുഞ്ഞാലിക്കുട്ടിക്ക് ആ മലപ്പുറം നഗരസഭയിൽ മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ആധിപത്യമുണ്ട്. താങ്കൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് പോലെ ഒരു പുതുമുഖമായ MB ഫൈസൽ ഒരുപക്ഷേ ഇത്രയേറെ നേട്ടം നേടാനായി എന്ന ആനത്തലവട്ടം ആനന്ദന്റെ അവകാശവാദം. കണക്കിലേക്ക് വരാനുള്ള 50% വോട്ടിൽ മേലുള്ള എണ്ണി കഴിഞ്ഞു. 50% വോട്ടിൽ മേൽ എണ്ണിയപ്പോൾ തന്നെ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമായി. നിസ്സാരമായ കാണണ്ട. കഴിഞ്ഞ നമ്മളിപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ സത്യസന്ധമായി വിലയിരുത്തണം. നമ്മളിപ്പോൾ സർക്കാരിൻ്റെ വിലയിരുത്തലെന്നും അങ്ങനെയൊക്കെ ഒരുപാട് കോലാഹലങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് EM സാഹിബിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് CPM-നകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. CPM-ൻ്റെ ഒരു വനിതയെ നിർത്തിയതിനെ സംബന്ധിച്ച് ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സൈനബയാണ് നിർത്തിയിരുന്നത്. സൈനബ ഏറ്റവും വീക്കായ സ്ഥാനാർത്ഥി എന്ന പാർട്ടിക്കകത്തിൻ്റെ ചർച്ച ഉണ്ടായിരുന്നതാണ്. ആ സാഹചര്യത്തിൽ 1,94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അഹമ്മദ് സാഹിബിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വിലയിരുത്തി നോക്കാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നിന്ന് UDF എങ്ങോട്ട് പോയി, LDF എങ്ങോട്ട് പോയി, BJP എങ്ങോട്ട് പോയി, നമ്മൾ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ നമ്മൾ അത് വേണം വിലയിരുത്താൻ. ആ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ 55% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. താങ്കൾ സൈനബയ്ക്ക് പറഞ്ഞ അതേ കുറവുകൾ വേറൊരു വശത്ത് അഹമ്മദിനും ഉണ്ടായിരുന്നു. അഹമ്മദ് ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയാണ്, ശാരീരികമായി പോലും അവശത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ലീഗ് പോലും അവസാന ഘട്ടത്തിൽ സീറ്റ് നിഷേധിക്കുന്നു എന്ന രീതിയിൽ സജീവ ചർച്ചയായിരുന്നു. ആ ഘട്ടത്തിലാണ് അഹമ്മദ് എത്തുന്നത്. അഹമ്മദ് സാഹിബിന് അവിടെയും ഉണ്ടല്ലോ. അല്ലല്ല, അഹമ്മദ് സാഹിബിന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ട് അഹമ്മദ് സാഹിബ് ഒരു വീക്ക് സ്ഥാനാർത്ഥിയല്ല, ആരോഗ്യത്തിൽ വീക്കായിരുന്നിട്ടുണ്ട്. പക്ഷെ അഹമ്മദ് സാഹിബ് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും അഹമ്മദ് സാഹിബ് ഒരു നിർണായക ഘടകം തന്നെയായിരുന്നു. അഹമ്മദ് സാഹിബിന് സമൂഹത്തിലുള്ള ആ ഒരു വെയിറ്റ്, അതിൻ്റെതായ വെയിറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ബലവും തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ അഹമ്മദ് സാഹിബിനോടുള്ള സഹതാപ തരംഗം അനുകൂലമായി PK കുഞ്ഞാലിക്കുട്ടി കിട്ടി. അതാണ് ഇത്രയും വലിയ നേട്ടത്തിന്. അഹമ്മദ് സാഹിബിന്റെ മരണത്തിനുണ്ടായ കാരണങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെട്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ എന്താണുള്ളത്? സർക്കാരിന്റെ വിലയിരുത്തൽ ചർച്ച ചെയ്തു, കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ, അവരുടെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു, അഹമ്മദ് സാഹിബ് മരിച്ച സമയത്ത് അവരെടുത്ത നിലപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ചർച്ച ചെയ്യാത്ത ഒരു കാര്യവും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നില്ല. ആരെങ്കിലും ചർച്ച ചെയ്തില്ല എന്ന് ഇപ്പോൾ BJP-ക്കാർ അവർക്ക് വോട്ട് കുറയുന്നതുകൊണ്ട് UDF-കാർ LDF-നെതിരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ കർത്തവ്യമില്ല. ചർച്ച ചെയ്യാത്ത, രാഷ്ട്രീയവും പ്രാദേശികവും വ്യക്തിപരവുമായി ചർച്ച ചെയ്യാത്ത ഒന്നുമില്ല. അവസാനം നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വരെ വന്നിട്ട് ഐസ്ക്രീം വരെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ചർച്ച ചെയ്യാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ടായില്ല, എല്ലാം ചർച്ച ചെയ്തു. എന്നിട്ട് അത് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം വനിതാ വോട്ടർമാരുടെ എണ്ണം വല്ലാതെ കൂടുതലാണ് അവിടെ. അതായത് 9 ലക്ഷത്തി ചില്ലുവാനം വോട്ടുള്ളിടത്ത് 4,93,343 വനിതകളാണ്. ആ സ്ത്രീ വിരുദ്ധതയെ ഒരുപക്ഷെ ആ രാഷ്ട്രീയം മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അങ്ങനെ മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ തന്നെ അരോചകമായിട്ടാണ് തോന്നിയത് എന്ന് താങ്കൾ പറയുകയില്ല. അല്ലല്ല, അങ്ങനെയാണ്. അവിടെ ഈ സമയത്ത് ഇങ്ങനെ വന്ന് പറയേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ, അത്ര അരോചകമാണെങ്കിൽ കുറ്റിപ്പുറത്ത് KT ജലീലിനെ പോലൊരു യുവാവിന്, കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു അതികായകനെ ആ സാഹചര്യം നമ്മൾ പരിശോധിക്കണം. കുഞ്ഞാലിക്കുട്ടി സാഹിബും ജലീലും തമ്മിൽ മത്സരിക്കുന്ന ആ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കണം. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ താങ്കൾ പറഞ്ഞ സ്ത്രീ വിരുദ്ധയ്ക്ക് അപ്പുറം ഒന്നുമില്ല. അല്ലല്ല, നിങ്ങൾ പരിശോധിക്കാനുള്ള ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു തരംഗമുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് UDF-ന് ഒരുപക്ഷെ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉള്ളത്. അങ്ങനെ 100% അനുകൂലമായ കാലാവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ ഒരു അവസരം തരാം. കുഞ്ഞാലിക്കുട്ടി പോലും ഉപയോഗിക്കാത്തൊരവസരം, ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ല. എത്ര ഭൂരിപക്ഷം? അല്ലല്ല, ഭൂരിപക്ഷം അങ്ങനെ പറയാം. നമ്മളിപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് ഇരുന്നുകൊണ്ട് വെറുതെ ഭൂരിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ടോ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും രാവിലെ അദ്ദേഹം
ഒരിക്കൽ പോലും പുറകോട്ട് പോകാൻ മുന്നേറുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ മുമ്പിൽ കാണുകയല്ലേ, എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അരമണിക്കൂറിന് വേണ്ടിയൊക്കെ നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എണ്ണിക്കഴിഞ്ഞ ആളുകൾ വോട്ട് ചെയ്ത വോട്ട് നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1 ലക്ഷം ഭൂരിപക്ഷം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം 2 ലക്ഷം കഴിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. നോക്കാം, നമുക്ക് അവസാന റൗണ്ടിൽ വരുമ്പോഴത്തേക്ക്. തീർച്ചയായും കിരൺ ബാബു, അങ്ങനെയാണ്. അതായത് ഇ അഹമ്മദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശരിയാണ്, ഇ അഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം പോലും അവസാന ഘട്ടത്തിൽ ലീഗ് ഉറപ്പിക്കുന്നതിന്റെ ചർച്ചകളൊക്കെ നമ്മുടെ ഓർമ്മശക്തിയെ പരിഹസിക്കേണ്ടതില്ല ശരത്തേന്ദ്ര പ്രസാദ്. അതായത് കൃത്യമാണ്, നമുക്ക് അറിയാം ആ ഘട്ടത്തിൽ അവസാനമാണ് ഇ അഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ ലീഗ് എത്തുന്നത്. അങ്ങനെ ഉണ്ടായ വലിയ അനിശ്ചിതത്വങ്ങൾ അതൊക്കെ പോട്ടെ. ഇ അഹമ്മദിനെ പോലെ ഒരു വ്യക്തി പാർലമെന്റിന്റെ മുറിയിൽ കുഴഞ്ഞു വീഴുന്നു, അതിനുശേഷം സംഭവിച്ച സംഭവ വികാസങ്ങൾ, അവിടെ അദ്ദേഹത്തെ നിന്ദിച്ചു എന്ന BJP സർക്കാർ നിന്ദിച്ചു എന്നതിൻ്റെ വലിയ ആരോപണം 1. 2, അത്തരത്തിലുള്ള ഇ അഹമ്മദ് മരിച്ചതിന് ശേഷം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ കോട്ടയായി പൊതുവെ വിലയിരുത്തപ്പെടുന്ന 7 മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വിലയിരുത്തപ്പെടുന്ന ഒരു സ്ഥലത്ത് കുഞ്ഞാലിക്കുട്ടിയെ പോലെ അതികായകനായ ഒരു വ്യക്തി നിൽക്കുന്നു. ഈ അനുകൂല ഘടകങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ എതിർവശത്തുണ്ടായിരുന്നത് ബീഫ് രാഷ്ട്രീയവും ഹൈന്ദവ ഫാസിസം തങ്ങൾക്ക് മേലുണ്ടാകുന്ന ആപത്തുകൾക്കെതിരെ ഇടതുപക്ഷത്തിന് മാത്രമേ, CPIM-ന് മാത്രമേ തള്ളെ ഏറ്റവും ഒടുവിലത്തെ മംഗലാപുരം പ്രസംഗം മുഖ്യമന്ത്രിയുടെ, ഇത് രണ്ടും തമ്മിലുള്ള ആശയ സംഘർഷത്തിൽ ആർക്കനുകൂലമായിട്ടാണ് അവിടുത്തെ ജനം വിധി എഴുതിയത്? ആ വിധിയെഴുത്തിൽ എത്രയൊക്കെ ശതമാനം മറിച്ചുള്ള അട്ടിമറിയുടെ സാധ്യതകളായി നമുക്ക് കാണാനാകും? ശ്രീ കിരൺ ബാബു, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഇതിന്റെ ഫലം നേരത്തെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതായിരുന്നു. ലീഗിനെ സംബന്ധിച്ചും അവിടെ ഒരു പരാജയം എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിലോ അല്ലെങ്കിൽ ആരെങ്കിലും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഇടതുമുന്നണിയോ പ്രതീക്ഷയായി നമുക്ക് കരുതാൻ കഴിയില്ല. ഇലക്ഷൻ സമയത്ത് സ്വാഭാവികമായി വിജയിക്കാൻ വേണ്ടിയാണ് അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചു കാണും. പക്ഷെ ഒരു പരമാവധി ലീഗിന്റെ മുന്നേറ്റം തടയുക, പരമാവധി ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇടതുമുന്നണി അടക്കം മത്സരിച്ചത്. UDF-നെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഘടകങ്ങൾ കൂടുതലും UDF-ന് അനുകൂലമായിരുന്നു. ഒന്നാമത്തെ ഘടകം, UDF-നെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. അവിടുത്തെ എല്ലാ വിഭാഗങ്ങളുമായും യോജിച്ച് നിൽക്കുന്ന, എല്ലാവരുമായി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന പൊതു സ്വീകാരനായ ലീഗിന് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് UDF സ്ഥാനാർത്ഥിയായി വന്നത്. രണ്ടാമത്തെ ഘടകം, ഇവിടെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് സ്വാഭാവികമായും മോഡി നടപ്പാക്കുന്ന, കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ വികാരമുണ്ട്. ഇങ്ങനെ ഒരു വികാരം നിലനിൽക്കുന്ന സമയത്ത് BJP-ക്കെതിരായ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ BJP-ക്കെതിരായ ഒരു വിധിയെഴുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ, അവരുടെ മുന്നിൽ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നു. ഒന്ന് ഇടതുമുന്നണിയും, ഒന്ന് UDF. ജയിക്കുന്ന ഒരു മുന്നണിക്കൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ സ്വാഭാവികമായും ജയിക്കുന്ന ഒരു മുന്നണിയുടെ പരമാവധി മികച്ച വിജയം നേടിക്കൊണ്ട് BJP-യെ പരമാവധി അതിശക്തമായ ഒരു തിരിച്ചടി BJP-ക്ക് നൽകുക എന്നുള്ള വികാരം സാധാരണ ജനങ്ങൾ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങളടക്കം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണോ UDF-ന്റെ സ്ഥാനാർത്ഥിയാണോ വിജയിക്കുന്നതെന്നൊരു ചോദ്യം വരുമ്പോൾ വിജയം ഉറപ്പാക്കുന്ന UDF-ന് അനുകൂലമായി ഒരു വിഭാഗം ജനങ്ങളിലും തിരിയാൻ ഇത് കാരണമാകും. രണ്ടാമത്തെ ഒരു ഘടകം, മുസ്ലിം മതവിഭാഗങ്ങൾ ആകെ ഒന്നിച്ചു നിന്നുകൊണ്ട് കഴിഞ്ഞ തവണ നിന്ന SDPI അടക്കമുള്ള സംഘടനകൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ, തീർച്ചയായും ഈ ഘട്ടത്തിൽ ലീഗിന്റെ ഇതുവരെയുള്ള അവകാശവാദങ്ങൾക്ക് വ്യത്യസ്തമായി ഒരുപക്ഷെ ഭൂരിപക്ഷം പോലും പറയാൻ കോൺഫിഡൻസ് ഇല്ലാതെ പലവട്ടം പതറുന്ന കുഞ്ഞാലിക്കുട്ടിയെ നാം ക്യാമറകൾക്ക് മുന്നിൽ കണ്ടുവെങ്കിൽ ലീഗ് ഇതാ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്ന അവകാശവാദവുമായി ഏറ്റവും പുതിയതായി എത്തിയിരിക്കുന്നു. അപ്പോൾ 1,6329 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഏതാണ്ട് 60% വോട്ടെണ്ണുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് നേടാനായിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോഴാണ് ലീഗ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായും 55% വോട്ടാണ് കൃത്യമായി എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് തുടങ്ങിയ 7 നിയമസഭാ മണ്ഡലങ്ങളുടെ തിരിച്ചുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാനാകുന്നതാണ്. ഏറ്റവും പുതിയതായി ഇപ്പോൾ KK സുരേന്ദ്രനിലേക്ക് BJP നേതാവ് ശ്രീ KK സുരേന്ദ്രൻ, 36,000 വോട്ടേ BJPക്ക് ആയിട്ടുള്ളൂ, പകുതിയിലേറെ എണ്ണിയിട്ടും എന്താണ് പ്രതീക്ഷിച്ചത്ര അവകാശവാദങ്ങൾക്കത്ര ഉയർന്നില്ലല്ലോ KK സുരേന്ദ്രൻ? അല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഞങ്ങൾക്ക് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അവിടെ നടന്ന രാഷ്ട്രീയത്തെക്കുറിച്ച്, അവിടുത്തെ നടന്ന രാഷ്ട്രീയ ചർച്ചയെക്കുറിച്ച് നമ്മൾ വിസ്മരിക്കരുത്. അവിടെ ഇന്ത്യൻ രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാജ്യത്തെ നിലനിൽക്കുന്ന ഭരണത്തെക്കുറിച്ചോ ഒന്നുമല്ല ചർച്ച നടത്തിയത്. അവിടെ വെറും ബീഫ് രാഷ്ട്രീയവും വർഗീയ ധ്രുവീകരണത്തിന് സാധ്യമാകുന്ന തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഇരു മുന്നണികളും ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്.
ഒരു മുസ്ലിം ഏകീകരണം കഴിഞ്ഞ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മണ്ഡലത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതിന് പ്രധാനമായ പങ്ക് വഹിച്ചത് തീർച്ചയായിട്ടും CPM തന്നെയാണ്. CPMൻ്റെ അവിടെ നടത്തിയ രാഷ്ട്രീയ ചർച്ചകൾ അതിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളായിരുന്നു CPM അവിടെ നടത്തിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുന്ന സാഹചര്യത്തിലാണ് വോട്ടിന് നിലവാരം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം പകുതിയിലധികം വോട്ട് 55% വോട്ട് എണ്ണിക്കഴിഞ്ഞ സമയത്ത് BJPക്ക് 37,000 വോട്ട് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ 64,000 വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും BJP കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുക തന്നെ ചെയ്യും. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ ഘട്ടത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. അതായത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി LDFൻ്റേതല്ല, മറിച്ച് UDFൻ്റേതാണ്. എന്നിട്ടും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന BJP LDFനെയും CPIMനെയുമാണ് പഴി പറയാൻ ഊർജം കണ്ടെത്തുന്നത് ഈ ഘട്ടത്തിൽ പോലും. എന്നെ അത്ഭുതപ്പെടുന്നു. എന്താകും അതിൻ്റെ കാരണം? അല്ല, അതിന് ശ്രീ സുരേന്ദ്രൻ അദ്ദേഹം സംസാരിക്കുമ്പോൾ ബീഫ് രാഷ്ട്രീയം ഉയർത്തിയത് ഇടതുപക്ഷമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് വളരെ അതിൻ്റെ ശക്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പം യു പിയിലൊക്കെ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ബീഫുമായി ബന്ധിപ്പിച്ച്. അത് നമുക്കറിയാവുന്നതാണ്. ബീഫ് രാഷ്ട്രീയം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയമായി ഉയർത്തിക്കൊണ്ടുവന്നത് BJP ആണ്. അതിലൂടെ ഹൈന്ദവ ഏകീകരണം സാധ്യമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മാതിരിയാണെങ്കിൽ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ഏകീകരണം അതിശക്തമായി സംഭവിച്ചിരിക്കുന്നു. മുസ്ലിം ഏകീകരണം ശക്തമായി സംഭവിക്കുമ്പോൾ അത് ഫാസിസ്റ്റ് വിരുദ്ധ അതായത് BJP ഉയർത്തിപ്പിടിക്കുന്ന അഖിലേന്ത്യാ നിലവാരത്തിലെ ഫാസിസ്റ്റ് സമീപനത്തിനെതിരായ ഏകീകരണം എന്ന് കണ്ടെത്തുന്നതിന് പകരം ശ്രീ സുരേന്ദ്രൻ കണ്ടെത്തുന്നത് മുസ്ലിം ഏകീകരണം എന്തോ അപകടകരമായ അപായകരമായ ഒരു സൂചന തരുന്നു എന്ന നിലയ്ക്കാണ്. ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനം അഖിലേന്ത്യാ നിലവാരത്തിൽ നിൽക്കുമ്പോൾ ബീഫ് അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് ഏകോപിപ്പിക്കുമ്പോൾ ഇപ്പുറത്ത് സ്വാഭാവികമായി വരുന്ന ഏകീകരണത്തെ അദ്ദേഹത്തിന് എതിർക്കേണ്ടിയും വരുന്നു. ഇനി ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുമാതിരി ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഏകീകരണത്തിന് കാരണം ഇടതുപക്ഷമാണ് എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ ഇടതുപക്ഷം പൊതുവായി പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ നയം തന്നെയാണത്. സുരേന്ദ്രൻ അതിനകത്ത് ഇടതുപക്ഷത്തിനകത്ത് രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യമല്ല. ന്യൂനപക്ഷത്തിൻ്റെ ഏകീകരണം ആ നിലയ്ക്ക് ഈ ഫാസിസ്റ്റിനെതിരായി സംഭവിക്കണം എന്ന ഉറച്ച നിലപാട് ഇടതുപക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അങ്ങേയറ്റം നെഗേറ്റ് ചെയ്യപ്പെട്ടു പോയ ഒരു ഫാക്ടറായി അവിടെ BJP വരുന്നതിന് കാരണം അഖിലേന്ത്യാ നിലവാരത്തിലെ ആളുകളുടെ BJP നേതാക്കളുടെ പ്രവർത്തന ശൈലി തന്നെയാണ്. ഒരുപക്ഷെ BJPക്ക് മുന്നേറാൻ കുറെ കൂടിയൊക്കെ മുന്നേറാൻ കഴിയുമായിരുന്നേനെ അവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ. പക്ഷേ അഖിലേന്ത്യാ നിലവാരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരാട് കൂടിയുണ്ട് താങ്കൾക്ക്. അതായത് 1 കിലോ ഹലാലായ ബീഫ് ഇറച്ചി നൽകും ഞാൻ ജയിച്ചാലെന്ന് ശ്രീപ്രകാശ് എന്ന BJP സ്ഥാനാർത്ഥി പറയേണ്ടി വന്നതില്ല. പട്ടാങ്കം പറയേണ്ടി വരുന്ന അവസ്ഥ വന്നിട്ട് പോലും വോട്ടിൽ കാര്യമായ മാറ്റം വന്നില്ല എങ്കിൽ അതിനർത്ഥം കേരളത്തിൽ വളർന്നു വരുന്ന BJP വിരുദ്ധ പ്രവണതയുടെ ഒരു പ്രകാശനം കൂടിയാണ് സുരേന്ദ്രൻ ഈ വോട്ടിന്റെ ഫലം എന്നാണ് ഞാൻ കാണുന്നത്. അതായത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അതായത് ഈ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് ഒരു പക്ഷേ ഏതാണ്ട് 24,000 സംതിങ് വോട്ടാണ് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി നേടിയത്. SDPI നേടിയതാകട്ടെ, പോപ്പുലർ ഫ്രണ്ട് നേടിയതാകട്ടെ ഏതാണ്ട് 49,000 സംതിങ് വോട്ടും നേടിയിട്ടുണ്ട്. ഏതാണ്ട് 80,000 വോട്ട്. ആ വോട്ട് എങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നത്? അത് വളരെ ക്ലിയർ അല്ലേ? ഇവിടെ നടക്കുന്ന ചർച്ചയിലും വോട്ടിംഗ് നിലവാരം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കൺസോളിഡേഷൻ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അവിടെ BJPയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുണ്ടായിരുന്നതെങ്കിലും ആ കൺസോളിഡേഷൻ ഉണ്ടായി. കുഞ്ഞാലിക്കുട്ടി അതിനനുസരണമായ ഒരു നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ വോട്ട് ലീഗിന് ലഭിച്ചിട്ടുണ്ട്, UDFന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി വരുമ്പോഴാണ് ഞാൻ സൂചിപ്പിച്ച ഒരു 3 ലക്ഷം വോട്ടെങ്കിലും ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടി. ഒരുപക്ഷെ പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ഈ ഘട്ടത്തിലെ ഭൂരിപക്ഷം വെച്ചിട്ട് അത് ശരിയാണ്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ശരിയാണ്. അതായത് തങ്ങളുടെ നേതാവ് ഒരു കേസിൽ ഉൾപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ സംഘർഷത്തിൽ സാക്ഷാൽ എയർപോർട്ടിൻ്റെ മുകളിലെ ദേശീയ പതാക മാറ്റി പച്ചക്കൊടി കെട്ടിയ പാരമ്പര്യം ഒരുപക്ഷെ ലീഗിൻ്റെ തൊട്ട് മുമ്പുള്ള കാലങ്ങളിലുണ്ട്. അതുകൊണ്ട് സമാധാനത്തോടു കൂടി ഇരിക്കണം എന്ന് പറയുന്നത് ശരിയാണ്, നല്ലൊരു കാര്യമാണ് ഈ ഘട്ടത്തിൽ.
ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയല്ലോ പതാക അങ്ങനെ കെട്ടാൻ തീരുമാനിച്ചത്. ഏതോ വിവരദോഷിയായ ഒരുപാട് കയറി അത് കെട്ടിയപ്പോൾ നമ്മൾ എല്ലാവരും എതിർക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഇപ്പോൾ തങ്ങൾ ഈ വാർത്താലേഖരെ കണ്ടപ്പോൾ പറഞ്ഞടക്കമുള്ളത്, ഈ LDFന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ മതനിരപേക്ഷതയെന്നും UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ അത് വർഗീയ ഏകീകരണമെന്നും അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നത് ശരി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ പറഞ്ഞത് എത്ര കറക്റ്റാണ്. BJPക്ക് കിട്ടിയ വോട്ടുകളുടെ നിലവാരം, ആ വോട്ട് പിടിച്ച മണ്ഡലങ്ങളുടെ പേരുകൾ, അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ഹിന്ദു പോളറൈസേഷൻ BJPക്ക് അനുകൂലമായി അവർക്ക് നടത്തിയെടുക്കാൻ അങ്ങനെ അവർ നടത്തിയ ശ്രമങ്ങൾ, ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ബീഫ് രാഷ്ട്രീയം ഉയർത്തി ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും അവിടെ ഫലവത്തായിട്ടില്ല. അവിടെ പ്യുവറായി പൊളിറ്റിക്സ് ആണ് UDF പറഞ്ഞത്. പിന്നെ മറ്റൊന്നുള്ളത് നമുക്ക് തന്നെ അറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം ഉള്ളപ്പോൾ കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ ഞങ്ങൾ LDFന് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. LDF പറഞ്ഞു ഞങ്ങൾക്ക് ചില വോട്ട് വേണ്ടെന്ന് പറയുന്നു. പല സംഘടനകൾ പറഞ്ഞു ഞങ്ങൾ മനസാക്ഷി വോട്ടിന് വിട്ടെന്ന് പറയുന്നു, ഞങ്ങൾ ആർക്ക് വോട്ടിനെന്ന് പറയുന്നില്ലെന്ന് പറയുന്നു. ഇതെല്ലാം പല മുസ്ലിം സംഘടനകളും പറഞ്ഞതാണ്. ആ മുസ്ലിം സംഘടനകൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടും ആ സംഘടനകളുടെ എല്ലാം UDF അല്ലാത്തുള്ള മുസ്ലിം സംഘടനയുടെ വോട്ടുകളെല്ലാം UDFന് കിട്ടി എന്ന് പറയുന്ന LDFന്റെ ഒരു വിലയിരുത്തൽ, ഞാൻ പറഞ്ഞിട്ട് അപക്വമായ വിലയിരുത്തൽ. കാരണം ഈ പൂർണ്ണമായും ഇതിൻ്റെ വോട്ടിംഗ് നിലവാരം വന്ന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നാളത്തെ മാധ്യമങ്ങളിൽ അത് അച്ചടിച്ചു വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം UDFന് കിട്ടിയ വോട്ട് LDFന് കിട്ടിയ വോട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഈ സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പറയുന്ന സംഘടനകൾ എടുത്ത നിലപാടുകൾ, ഇത്തവണ എടുത്ത നിലപാടുകൾ, അങ്ങനെയെങ്കിൽ ഈ മുസ്ലിം സംഘടനകളുടെ വോട്ട് UDFന് പൂർണ്ണമായി കിട്ടിയെന്ന് പറഞ്ഞാൽ, അങ്ങനെ വന്നാൽ അതൊരു ഈ 3 ലക്ഷം പോണ്ടേ. അപ്പോൾ അത് വരാത്തിടത്തോളം കാലം ആ വോട്ടുകൾ അപ്പം പിന്നെ എങ്ങോട്ട് പോയി? അല്ലെങ്കിൽ UDFന്ന് വോട്ട് ചോർന്നതിൻ്റെ ഫലമായിട്ട് വന്നെങ്കിൽ ആ വോട്ട് പൂർണ്ണമായി LDFന് കാണണ്ടേ? 1 ലക്ഷം കൂടിയ വോട്ടുകൾ നമ്മുടെ മുമ്പിലില്ലേ, ചെറുപ്പക്കാരുടെ വോട്ടുകളില്ലേ? അപ്പോൾ പൂർണ്ണമായി എണ്ണിക്കഴിയാതെ നമ്മളൊരു വിശകലനം അത്തരം കാര്യങ്ങൾ നടത്തുന്നത് ശരിയല്ല. മുസ്ലിം സംഘടനകളുടെ ഒരു ഏകീകരണമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ പ്യുവറായ പൊളിറ്റിക്സ് ആയിരുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള അതിശക്തമായ പ്രചരണമാണ് വോട്ടർമാരുടെ ഇടയിലേക്ക് UDF നടത്തിയത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇതിൻ്റെ റിസൾട്ടിൽ എന്നുള്ള കാര്യത്തിൽ ആണോ കിരൺ ബാബു? ഇങ്ങനെ പച്ചവെള്ളം ചവച്ചിറക്കുന്ന അത്രേ ഒരു കൺസോൾട്ടേഷനും കമ്മ്യൂണലി നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരുടെ രാഷ്ട്രീയ ഗിയറുകളില്ലാതെ സ്വതന്ത്രമായി നിരീക്ഷിക്കാമല്ലോ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ. ആണോ SDPIയുടെ വോട്ടും വെൽഫെയർ പാർട്ടിയുടെ വോട്ടും PDPയുടെ വോട്ട് വേണ്ട എന്ന് LDF പറഞ്ഞതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 സംഘത്തിന്റെയും വോട്ട് ആർക്കനുഗുണമായിട്ടായിരിക്കും പോവുക? അവിടുത്തെ സാമുദായികമായ സ്വഭാവത്തിന്റെ ഉൾച്ചേരലുകളിലേക്ക്.